ഹലോ ഗായ്സ്, യുകെയിൽ ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ടാസ്ക് കിട്ടിയിട്ടുണ്ട്. വൈഫ് വർക്ക് ചെയ്യുന്ന കെയർ ഹോമിലോട്ട് പോകുന്ന ബസ്സിൽ അവളൊന്ന് ആക്കി കൊടുക്കുക. രാവിലെ നല്ല മഞ്ഞുണ്ട്. അവളതൊന്നും നോക്കാണ്ടാണ് എന്നെ രാവിലെ എണീപ്പിച്ചത്. ഞാൻ പോകുന്ന വഴിയെല്ലാം കുറേ കാറുകൾ റോട്ടിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരെ മാത്രം കാണുന്നില്ല. അത് നല്ല ഉറക്കത്തിലായിരിക്കാം. പിന്നെ ഒരു മരം കണ്ട് ആ മരത്തിൽ കുറേ പൂക്കൾ നിൽക്കുന്ന കണ്ട് തൊട്ടടുത്ത് ഒരു ചാർട്ടും കണ്ട്. കുറച്ച് നേരം അങ്ങനെ പാനീയം വന്ന് നമുക്കൊന്ന് പുറത്തു പോയാല. അവൻ എൻ്റെ സ്ഥലത്തേക്ക് വന്നതാണ്. അവൻ്റെ സ്ഥലം എൻ്റെ സ്ഥലത്ത് നിന്ന് കുറച്ച് ഒരു 4 മണിക്കൂർ ഓട്ടമുണ്ട്. അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നേക്കണേ. ഞാനിവിടെ ആദ്യമായിട്ട് യുകെയിൽ വന്നുകൊണ്ട് അവൻ എന്നെ കാണാൻ വേണ്ടി വന്നത്. പിന്നെ പോയ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാൾട്ടൺ ഹാൾ എന്ന് പറഞ്ഞ ഗാർഡനാണ്. എം പാർക്കാണ്. അത് ഓൺലൈൻ വഴിയാണ് ചെയ്യേണ്ടത്. കുറച്ച് നടന്ന് കഴിഞ്ഞപ്പോൾ ദൂരത്ത് തന്നെ ഈ മാന കണ്ട്. അത് ഒന്ന് രണ്ടോ പറഞ്ഞില്ല, ഒരു 3 മാനാർന്ന് കണ്ടത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉദ്യാനത്തിൽ മാനെല്ലാം ഓപ്പണായിട്ട് തുറന്നു വിട്ടേക്കണേ. ഇപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ കുറച്ചൊരു ഡിസ്റ്റൻസ് വിട്ടിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അതാണ് എനിക്ക് ഇവിടെ ഈ പാർക്കിൽ കണ്ട ഒരു സ്പെഷ്യാലിറ്റി. പിന്നെ ഈ വാൾട്ടൺ ഹാൾ എന്ന് പറയുന്ന സ്ഥലത്തിനെ പറ്റി പറയണമെങ്കിൽ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഇവിടെ എന്തോന്നാലും നല്ല ആൾക്കാർ വന്നിട്ടുണ്ട്, നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ പട്ടി ഷോ ആയിരുന്നു. ഞാനിവിടെ വന്നത് ഇതേപോലെ വീഡിയോ എടുക്കാനൊക്കെ നോക്കണമായിരുന്നു. ഞാൻ ഇനി വാൾട്ടൺ ഹാളിനെ പറ്റി എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. Wallerton Hall Gardens and Deer Park, surrounding the 1580s Elizabethan mansion designed by Robert Smith's son, feature a historic 500-acre landscape shaped over centuries. Originally a 14th century deer park, it was enclosed in the 1700s, while the 4-acre walled garden, 1783, and formal gardens evolved to support the estate. The park, home to wild red and fallow deer, became public in 1926. ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഫുഡ് സ്പോട്ടിൽ ചെന്നിട്ട് ഫുഡ് കഴിക്കുക. മന്തി അല്ലെങ്കിൽ ബിരിയാണി കഴിക്കാനുള്ള പ്ലാനിങ്ങാണ് നമുക്ക് മൂന്നുപേർക്കുള്ളത്. അപ്പോൾ ഗൂഗിളിൽ കുറേ സ്ഥലങ്ങൾ സെർച്ച് ചെയ്തെങ്കിലും അടുത്തൊന്നും റെസ്റ്റോറൻറ്റ് കാണിക്കുന്നില്ല. എന്നാലും ഏകദേശം കുറച്ച് ദൂരത്ത് ഒരു റെസ്റ്റോറൻറ്റ്, മലയാളി റെസ്റ്റോറൻറ്റ് കാണിക്കുന്നുണ്ട്. അവിടെ മന്തി ബിരിയാണിയൊക്കെയാണ്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഉസ്താദ് കിച്ചൺ എന്ന് പറഞ്ഞാണ് റെസ്റ്റോറൻറ്റ് പേര്. റെസ്റ്റോറൻറ്റ് മെയിനായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നത് ബിരിയാണിയാണ്. പക്ഷേ ബിരിയാണി പിന്നെ കഴിക്കാനുള്ള മൈൻഡ് പോയി മന്തിയിലോട്ട് മാറി. മന്തിയാണെങ്കിൽ ഇവിടെ മന്തി റൈസ് അല്ല, ബിരിയാണി റൈസിലാണ് മന്തി കിട്ടിയത്. നമ്മൾ ഈ കാര്യം ലാസ്റ്റ് ആ പുള്ളിക്കാരനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിലെ പോലെ മന്തി റൈസ് കിട്ടൂല. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വന്ന ചാക്ക് ഇതാണ്, അപ്പോൾ ഇതായതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നതെന്ന് പറഞ്ഞു. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡാണ്. പിന്നെ ഊബർ ഈറ്റ്സ്, ജസ്റ്റ് ഈറ്റ്സ് എന്ന് അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വീട്ടിൽ നിന്നിരുന്നാലും ഓർഡർ ചെയ്യാം. ഒരു അത്യാവശ്യം ഒരു മീഡിയം ലെവലിലുള്ള ഫുഡാണ്. അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയാം. ഇന്നത്തെ വ്ളോഗ് ഇതാണ്. ഓക്കെ, ബൈ ബൈ.